ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആനയൂട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വടക്കുന്നാഥനിലെ ആനയൂട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ പേരാമംഗലത്തുള്ള ചീരങ്കുഴി അമ്പലം, ചീരങ്കുഴി സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലെ ആനയൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആനയൂട്ടിന് വേണ്ടി രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ അമ്പലത്തിലോട്ട് വന്നു. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പൂജകളും കാര്യങ്ങളും മേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആനയൂട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആനകളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ രാമനുണ്ട്, പിന്നെ രാമൻ്റെ അപരൻ ജൂനിയർ തെച്ചിക്കോടൻ, കടക്കേച്ചാൽ ഗണേശനുണ്ട്, പിന്നെ ചിറക്കൽ ഗണേശനുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ദാസൻ, രാമൻ്റെ പൊന്നനിയൻ ദാസനുണ്ട്. അപ്പോൾ ഇവർ 4 ആനകളാണ് കേട്ടോ ആനയൂട്ടിനുള്ളത്. അപ്പോൾ 4 പേരും നല്ല വെയിറ്റിംഗ് ആണ് ആനയൂട്ടിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആനയൂട്ട് തുടങ്ങാൻ ഏകദേശം കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുക്കും. ഉള്ളിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഗജപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ആനയൂട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം നമ്മുടെ രാമൻ്റെ അടുത്തിരുന്നു. അപ്പോൾ രാമനെ ഫ്രണ്ടിൽ നിന്നും പിന്നിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ രാമനെയും കൂടെ തന്നെ നമ്മുടെ ഗണേശനെയും കാണാൻ പറ്റി. അത് നല്ല വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി 2 പേരും ഏകദേശം കാഴ്ചയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ ചുണങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 2 പേരിലും ചെറിയ സാമ്യമുണ്ട്. എന്നാലും രാമൻ അതിൽ നിന്നും ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മുടെ രാമനെ കാണാൻ. അപ്പോൾ അവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കും അവർക്കുള്ള ഭക്ഷണം നമുക്കും കൊടുക്കാം. അതിനു വേണ്ടി നമ്മൾ റെസിപ്റ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുക്കണം. 100 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഔഷധ മരുന്നുകൾ ചേർത്തിട്ടുള്ള ചോറുരുളി, അതുപോലെ തന്നെ വെള്ളരിക്ക, കരിമ്പ്, തണ്ണിമത്തൻ, കുക്കുംബർ, അങ്ങനെയുള്ള സാധനങ്ങളും ഭക്ഷണം സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ മേളവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂജയിലൊക്കെ കുറച്ച് നേരം പൂജയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ തൊഴുത് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഉള്ളിലുള്ള പൂജകളും കാര്യങ്ങളും കഴിഞ്ഞ് ഫ്രണ്ടിൽ നമ്മൾ ഗണേശ പൂജയ്ക്ക് വേണ്ടി കോലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കുള്ള ഗണേശ പൂജ, ഗജപൂജ തുടങ്ങും. അപ്പോൾ ഓരോരുത്തരായിട്ട് ആനകളെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പൂജകൾ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവർക്ക് വേണ്ടിയിട്ടുള്ള പൂജകളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ രാമനും ഗണേശനും ചിറക്കൽ ഗണേശനും ദാസനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു സമയം വേണം. അപ്പോൾ ഇവരെല്ലാവരും വന്ന് നിരന്ന് നിന്നതിന് ശേഷമാണ് പൂജ ആരംഭിക്കുക. അപ്പം നമുക്ക് അത് കാണാം കേട്ടോ.
നോക്കാം നോക്കാം അല്ലേ. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കലാണ്. അപ്പോൾ ഇവർ ഓരോരുത്തർക്കും ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ പൂജിച്ച അവലും മലരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തിരുമേനിയുടെ ഊഴം കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള ഊഴം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഭക്തർക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇന്നത്തെ ആനയൂട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം ചെറിയൊരു പൂജയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതിനുള്ളൊരു സമയമാണ് കേട്ടോ ഇനി. അപ്പോൾ അത് എല്ലാവരും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ആനയൂട്ടിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദേ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് ദേ നമ്മുടെ രാമനും ദാസനൊക്കെ സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം.